ഓം പരബ്രഹ്മസ്വരൂപേ പരാശക്തി പരാത്പരേ ചരാചരാന്തർബാഹ്യസ്തേ സ്മരാമി ത്വന്മഹാമഹാ. പരബ്രഹ്മസ്വരൂപിണ്യൈ പരാശക്തിയൈ നമോ നമഃ. ശ്രീബാല പരമേശ്വര്യൈ മഹാദേവ്യൈ നമോ നമഃ. കഴിഞ്ഞ ദിവസം ഒരാൾ എഴുതി ചോദിച്ചിരിക്കുന്നു, ബാല പരമേശ്വരിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു, പറഞ്ഞു തരുമോ എന്ന്. അപ്പം ആരാണ് ബാല പരമേശ്വരി? ഇത് പറയണമെങ്കിൽ 4 തരത്തിലുള്ള നിലവാരത്തിൽ പറയണം. അതായത് ബിലോ ആവറേജ്, ആവറേജ്, എബോ ആവറേജ്, ടോപ്പ് ലെവൽ. ഇത്തരത്തിൽ 4 തരത്തിലുള്ള ലെവലിൽ മാത്രമേ ഇത് പറയാൻ പറ്റുകയുള്ളൂ. ഏതായിരുന്നാലും ഈശ്വരൻ്റെ ബാലരൂപം എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ബാലസുബ്രഹ്മണ്യനെയും ബാലകൃഷ്ണനെയും എല്ലാം എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ പരമേശ്വരിയുടെ ബാലാരൂപമാണ് ബാലാപരമേശ്വരി. ഇവിടെ ലളിതോപാഖ്യാനത്തിലെ ഒരു കഥ വിവരിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഹരനേത്രാഗ്നി സന്തക്ത കാമസഞ്ജീവനൌഷധി. തപസ് ചെയ്യുന്ന ശിവൻ്റെ നേർക്ക് സമ്മോഹനാസ്ത്രം പ്രയോഗിച്ചതിനാൽ ശിവൻ്റെ ക്രോധാഗ്നി ലളിതക്കണ്ണിലൂടെ പ്രവഹിച്ച് കാമദേവനെ ഭസ്മമാക്കി. അതിനുശേഷം കാമദേവൻ്റെ പുനർജനി ഭണ്ഡാസുരനായിട്ടായിരുന്നു. അങ്ങനെ ഭണ്ഡാസുരനെ ദേവി വധിച്ച ശേഷം കാമദേവനെ ശരിയായ രീതിയിൽ സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കാമദേവൻ്റെ ചിതാഭസ്മത്തിൽ നിന്നാണ് ഭണ്ഡാസുരൻ ഉണ്ടായത്. പിന്നെ ഈ ഭണ്ഡാസുരൻ 14 ലോകങ്ങളും വിറപ്പിച്ചുകൊണ്ടിരിക്കെ അതിന് പരിഹാരം തേടിക്കൊണ്ട് ദേവന്മാരെല്ലാവരും ഒരു യാഗം ചെയ്തെന്നും ആ യാഗത്തിൽ നിന്നാണ് കാമേശ്വരിയായിരിക്കുന്ന ലളിതാ പരമേശ്വരി ആവിർഭവിച്ചതെന്നാണ് പറയുന്നത്. അതാണ് ചിദഗ്നി കുണ്ഡസംഭൂത ദേവകാര്യ സമുദ്യത എന്ന് പറയുന്നത്. ചിദഗ്നി കുണ്ഡത്തിൽ നിന്നും ഉത്ഭവിച്ചുള്ളതാണ് അത്. എന്നിട്ട് ദേവകാര്യത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടവളാണ്. അപ്പോൾ അങ്ങനെ ലളിതാ പരമേശ്വരി ഉത്ഭവിച്ചു. വിശ്വൈക സുന്ദരിയായ ലളിതാ പരമേശ്വരിയെ കണ്ടപ്പോൾ ദേവന്മാരെല്ലാം ഒത്തുകൂടി അത് ബ്രഹ്മാവ് പറഞ്ഞു വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു സ്ത്രീയുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ വിവാഹ സംസ്കാരത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ലളിതാ പരമേശ്വരി പറഞ്ഞു, എനിക്ക് അനുയോജ്യനായ ഒരു പുരുഷനും ഈ ലോകത്തില്ല. അതിനാൽ ഞാൻ സ്വതന്ത്രയാണ്, ഞാൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അത് ശരിയല്ല. വേദവാക്യഘടന പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീ വിവാഹിതയായിരിക്കണം, സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശമില്ല. എന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണല്ലോ. അതുകൊണ്ട് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അർഹതയില്ല. അപ്പോൾ ദേവന്മാരൊക്കെ ആലോചിച്ചു, ആരായിരിക്കും ഇപ്പോൾ ഈ ലളിതാ പരമേശ്വരിക്ക് ഭർത്താവായി നിൽക്കുക? അപ്പോൾ ഇത്രയും അഭൗമ ദിവ്യ തേജസ്സുള്ള ഈ ശക്തിക്ക് ഭർത്താവായി തീരാൻ യോഗ്യതയുള്ളത് ശിവൻ മാത്രമാണ്. ശിവനാണെങ്കിലോ ശ്മശാന ഭസ്മം ധരിച്ച് ആനത്തോലുടുത്ത് നിണം വാർന്നിരിക്കുന്ന ആനത്തോലുടുത്ത്
ജടാമകുടങ്ങളോടുകൂടി തികച്ചും അപരിഷ്കൃതനായി ജീവിക്കുകയാണ്. ദേവന്മാരുടെ അന്തർഗതം മനസ്സിലാക്കിയ ശിവൻ ഉടനെ കമനീയ വേഷധാരിയായി കിരീടമൊക്കെ വെച്ച് അങ്ങനെയാണ് ശിവൻ കാമേശ്വരനായത്. അവിടെയാണ് കാമേശ്വരൻ എന്ന പേര് ശിവനുണ്ടായത്. അതുകൊണ്ടാണ് ധ്യായത് കാമേശ്വരാംഗസ്താം കുരുവിന്ന മണി പ്രഭാവം എന്ന് പറയുന്നത്. കാമേശ്വരൻ്റെ മടിത്തട്ടിലാണ് ദേവി ഇരിക്കുന്നത്. അങ്ങനെ ലളിതാ പരമേശ്വരി കാമേശ്വരനായ ശിവനെ വിവാഹം ചെയ്യുന്നു. അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ശ്രീചക്ര മഹാനഗരത്തിൽ രാജ്യം ഭരിക്കുകയും ഭണ്ഡാസുരനെ വധിക്കുവാൻ പുറപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഭണ്ഡാസുരനെ വധിക്കുവാൻ പുറപ്പെട്ടപ്പോൾ ദേവിയുടെ പുത്രിയായിരിക്കുന്ന ബാലാപരമേശ്വരി ദേവിയോട് ചോദിച്ചു, അമ്മേ ഞാനും യുദ്ധത്തിന് പോയിക്കൊള്ളട്ടെ എന്ന്. അപ്പോൾ ദേവി പറഞ്ഞു, നീ ചെറിയ കുട്ടിയല്ലേ, നീക്ക് യുദ്ധത്തിന് പോകാൻ പറ്റുമോ? തന്നെയുമല്ല, നീയൊക്കെ നീ നഷ്ടപ്പെട്ട പിന്നെ എനിക്കാരുണ്ടാവും, ജായ ഒരു മകളല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ള സങ്കടം പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ യുദ്ധത്തിന് പോകുമെന്ന് പറയുന്നു. അങ്ങനെയാണ് ഭണ്ഡപുത്രന്മാരെ ബാലാപരമേശ്വരി കൊന്നൊടുക്കിയത്. ഭണ്ഡപുത്ര വധോദ്യുക്ത ബാല വിക്രമനന്ദിത എന്നാണ്. ഇതിനിടയ്ക്ക് ഭണ്ഡാസുരൻ്റെ അസുര സൈന്യങ്ങൾ ശ്രീചക്ര നഗരത്തെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി 15 നിത്യകളിൽ ഒരാളായ ജ്വാലാമാലിനി അവിടെ അഗ്നിമതിൽ ഉണ്ടാക്കി. ഇതാണ് ജ്വാലാമാലിനി ആക്ഷിപ്ത വന്യപ്രാകാരമധ്യക. അഗ്നി കൊണ്ട് മതിലുണ്ടാക്കി. അങ്ങനെ അഗ്നി കൊണ്ട് മതിലുണ്ടാക്കിയപ്പോൾ ഭണ്ഡാസുരനും സൈനികർക്കും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ദുസ്സഹമായി തീർന്നു. ഈ അവസരത്തിൽ ഭണ്ഡാസുരൻ ഒരു വിഘ്നയന്ത്രമുണ്ടാക്കി അതിൻ്റെ പുറത്തുകൂടെ ശ്രീചക്ര നഗരത്തിലേക്ക് ചാടി. അതായത് വിഘ്നയന്ത്രത്തെ ശ്രീചക്ര നഗരത്തിലേക്ക് എറിഞ്ഞു കൊടുത്തു. ആ വിഘ്നയന്ത്രം അവിടെ വന്നതോടുകൂടി ദേവിമാർക്കൊന്നും യുദ്ധത്തിന് താല്പര്യമില്ലാതായി. 15 നിത്യകളും പറയാൻ തുടങ്ങി, നമ്മളെ അപേക്ഷിച്ച് ഈ ലളിതയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? നമ്മളെ കൂട്ടത്തിൽ 16ാമത്തെ നിത്യ എന്നല്ലേ ഉള്ളൂ. നമ്മൾ കൊടുത്ത പ്രാധാന്യമല്ലേ ലളിതയ്ക്കുള്ളൂ. നമ്മളെന്തിനെ ഈ യുദ്ധത്തിനൊക്കെ പോകുന്നത് എന്ന് അത് തീർന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മന്ത്രിണിയായ രാജമാതംഗീശ്വരിയും ദണ്ഡനായികയായിരിക്കുന്ന വാരാഹിയും തിരിച്ചറിയുകയും അവർ രണ്ടുപേരും കൂടി ചക്രവർത്തിനിയായിരിക്കുന്ന ലളിതാ പരമേശ്വരിയെ ധരിപ്പിക്കുകയും ചെയ്തു. ഉടനെ ലളിതാ പരമേശ്വരി കാമേശ്വരൻ്റെ മുഖത്തേക്ക് നോക്കി. ഉടനെ തന്നെ അവിടെ മഹാഗണപതി പിറന്നു വീണു. കാമേശ്വര മുഖാലവ കൽപ്പിത ശ്രീ ഗണേശ്വര. അങ്ങനെ ഗണേശ്വരൻ ഉണ്ടായി. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത. ആ മഹാഗണേശൻ എന്ത് ചെയ്തു? വിഘ്നയന്ത്രത്തെ നിർഭിന്നമാക്കി, തകർത്തെറിഞ്ഞു. അതോടുകൂടിയാണ് വീണ്ടും നിത്യകളും മറ്റ് ദേവതമാരുമൊക്കെ തന്നെ യുദ്ധത്തിന് തയ്യാറായത്. അങ്ങനെ യുദ്ധത്തിന് തയ്യാറായിത്തീരുകയും മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും ഒരേ സമയത്ത് കാണുന്ന അവസരത്തിൽ മാത്രമേ ഭണ്ഡാസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ദേവി എന്ത് ചെയ്തു? കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി 10 വിരലുകളിൽ നിന്നും മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെയും കാണിച്ചു കൊടുത്തു. ആ അവതാര ശക്തികളും യുദ്ധത്തിന് വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഭണ്ഡാസുര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണി കരാങ്കുൽ നഖോത്പന്ന ശസ്ത്ര
നാരായണ ദശാകൃതി കാമേശ്വരസ്നിർദ്ധക്ത സഭണ്ഡാസുരശൂന്യക. കാമേശ്വരാസ്ത്രം പ്രയോഗിച്ച് ഭണ്ഡാസുരൻ്റെ സൈന്യവും അല്ലെങ്കിൽ ഭണ്ഡാസുരനെയൊക്കെ തന്നെ ദേവി സംഹരിക്കുന്നു. അങ്ങനെയാണ് ഭണ്ഡാസുരനെ സംഹരിച്ച് വീണ്ടും അവിടെ കാമദേവൻ്റെ പുനർജനി ഉണ്ടാകുന്നു. ഹരനേത്രാഗ്നി സന്തക്ത കാമസഞ്ജീവനൌഷധി എന്നാണ്. ഇതാണ് കഥ. ഇത്തരം കഥകളൊന്നും പലരും കേട്ട് കഴിഞ്ഞാൽ ബോറടിക്കും. തന്നെയല്ല, നമ്മളെല്ലാം ആരാധിക്കുന്ന ലളിതാ പരമേശ്വരി ഇത്രയും ചപലയായി തീർന്നല്ലോ, സ്വന്തം മകളെ യുദ്ധത്തിന് പറഞ്ഞേക്കാതെ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ മാതൃചാപല്യമുണ്ടായില്ലേ എന്ന് ചിന്തിക്കും. മനുഷ്യ സഹജമായിരിക്കുന്ന ഈ വാസനകൾ, ചാപല്യങ്ങൾ പ്രകൃതി ദേവന്മാരും പകരുന്നു. അതാണ് ബാലാപരമേശ്വരിയുടെ ചരിത്രം. അങ്ങനെ ഒരിക്കൽ ബാലാപരമേശ്വരി ലളിതാ പരമേശ്വരിയുടെ അടുക്കൽ ഇരിക്കുന്ന അവസരത്തിൽ അവിടെ ദുർവാസ മഹർഷി കയറി വരികയും ആ മഹർഷിക്ക് വേണ്ട ബഹുമാനമൊന്നും ബാലാപരമേശ്വരി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ഉടനെ ദുർവാസ മഹർഷി ബാലാപരമേശ്വരി ശപിക്കുന്നു. അങ്ങനെയാണ് ബാലാമന്ത്രത്തിൽ ശാപമുണ്ടായി തീർന്നിരിക്കുന്നത്. ശാപോദ്ധാരം എന്ന ഏർപ്പാടുണ്ട്, എങ്കിലേ ബാലാമന്ത്രം ഫലിക്കൂ എന്നാണ്. അതേ അവസരത്തിൽ മഹാഗുരുപാതുക ജപിക്കുന്ന ആൾക്ക് ഈ ശാപമോചനം ആവശ്യമില്ല എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ദുർവാസാവിൻ്റെ ശാപം ഇല്ലാതിരിക്കാൻ ശാപമോചന മന്ത്രം ജപിക്കണമെന്നാണ് ബാലയ്ക്ക്. ഇതാണ് ബാലയുടെ പ്രത്യേകത. ഈ ബാലാമന്ത്രത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റെല്ലാ മന്ത്രങ്ങളെയും അപേക്ഷിച്ച് ആരോഹ അവരോഹ ക്രമത്തിലുള്ളതാണ്. അതിൽ ആരോഹണമുണ്ട്, അവരോഹണമുണ്ട്. ഇവിടെ ബാലാപരമേശ്വരി എന്ന് പറയുമ്പോൾ ഷഡക്ഷരിയാണ്. മറ്റൊരു മന്ത്രത്തിനും ആരോഹണവും അവരോഹണവുമില്ല. ഈ ബാലയും ശ്രീവിദ്യയും മാത്രമേ എന്തെങ്കിലും ഫലകാംക്ഷ കൂടാതെ ജപിക്കാനുള്ളൂ. ഇപ്പോൾ ഗണപതി മന്ത്രമാണെങ്കിൽ സർവജനം മേവശ മാനയ സുഹൃത്തുള്ള വാചകമുണ്ട്. അവരെ മാതങ്കിയാണെങ്കിലും ഉണ്ട്. സർവജന വശങ്കരി, സർവരാജ വശങ്കരി എന്നൊക്കെ പറയുന്നുണ്ട്. ബാരാഹിയാണെങ്കിലും ഉണ്ട്, സർവദുഷ്ടപ്രദുഷ്ടാനാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫലകാംക്ഷ കൂടാതെ ജപിക്കാനുള്ള മന്ത്രങ്ങളൊന്നുമില്ല. അത് ബാലാമന്ത്രവും ശ്രീവിദ്യാമന്ത്രവും മാത്രമേ ഉള്ളൂ. കുറേ ബീജാക്ഷരങ്ങൾ മാത്രമാണ് അവിടെ ജപിക്കുന്നത്, അല്ലാതെ അതിൻ്റെ കൂടെ വാചകങ്ങളില്ല. അപ്പോൾ ഈ ബാലാപരമേശ്വരി ആരോഹാത് അവരോഹതസ്ഥ ക്രമത സ്വഹം പുനർമാലിനി, അത് തന്നെയാണ് മാലിനി മന്ത്രമായിട്ടും പറയപ്പെടുന്നത്. അതായത് അക്ഷരങ്ങളെ തിരിച്ചുച്ചരിക്കുന്നതാണ് മാലിനി. 51 അക്ഷരങ്ങളെ. തത്വത്തിൽ ബാലാമന്ത്രം എന്ന് പറഞ്ഞാൽ 51 അക്ഷരങ്ങളുടെയും ആകെത്തുകയാണ്. ഒന്നാമത്തെ വാഗ്ഭവ ബീജത്തിൽ 16 സ്വരാക്ഷരങ്ങളടങ്ങും. 15 സ്വരാക്ഷരങ്ങൾ, വരെയുള്ള 15 സ്വരാക്ഷരങ്ങളടങ്ങും. ശക്തികൂടത്തിൽ പിന്നെ കാമരാജ ബീജത്തിൽ വ്യഞ്ജനാക്ഷരങ്ങൾ മുഴുവൻ അടങ്ങും. കാ തൊട്ട് ലാ വരെയുള്ള എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും അടങ്ങും. ശക്തി കൂടത്തിൽ വിസർഗം വരുന്നു, 16ാമത്തെ സ്വരാക്ഷരം. ഇത്തരത്തിൽ 51 അക്ഷരങ്ങളും സമ്പുടം ചെയ്യപ്പെട്ട മന്ത്രമാണ് ബാലാപരമേശ്വരിയുടെ മന്ത്രം. അതിൻ്റെ ഫലസിദ്ധി എന്താണെന്ന് വെച്ചാൽ പ്രാണായാമം പോലെയാണ്. ആ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ പ്രാണായാമം നടന്നുകൊള്ളൂ. അത് ആരോഹവും അവരോഹണവും ഉണ്ട് എന്നാണ് അതിൻ്റെ ഫലസിദ്ധി. അതിൻ്റെ ജപിക്കാനുള്ള വളരെ സൗകര്യമുള്ള മന്ത്രമാണ് അത്. 18 സിദ്ധന്മാരും ബാലാമന്ത്രം ജപിച്ചുകൊണ്ടാണ് അത്രേ സിദ്ധി കൈവരിച്ചത്. അതുകൂടാതെ ചട്ടമ്പിസ്വാമികളും ശ്രീ നാരായണ ഗുരുദേവനും ഒക്കെ തന്നെ ബാലാമന്ത്രത്തിൽ
സിദ്ധി നേടിയവരാണ്. അതേപോലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, പൂന്താനം തുടങ്ങി ഒരുപാട് മഹാത്മാക്കളെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. ബാലാമന്ത്രത്തെ സിദ്ധി നേടിയവർ. അപ്പോൾ സിദ്ധി നേടുവാൻ എളുപ്പമായത് ബാലാമന്ത്രമാണ്. സിദ്ധി നേടുക എന്ന് പറഞ്ഞാൽ ആകാശത്തിലേക്ക് പറക്കാനോ ഭൂമിയെ പിളർത്താനോ അല്ല, ആനന്ദസിദ്ധിയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സിദ്ധി. ആനന്ദസിദ്ധി നേടുവാനുള്ള മന്ത്രമാണ്, വഴിയാണത്. അപ്പോൾ ആരോഹാത് അവരോഹതശ്ച, ആരോഹവും അവരോഹവും ബാലാമന്ത്രത്തിനുണ്ട്. ഇനി മറ്റൊരു തലത്തിൽ ഈ ബാലാമന്ത്രം ഷഡ്കർമ്മ വിധായിനിയാണ്. അതായത് എല്ലാവിധ കർമ്മങ്ങളും പ്രയോഗതലത്തിലുള്ളതായ വശ്യം, മാരണം, സ്തംഭനം, ഉച്ചാടനം, ശാന്തി, പൗഷ്ടികം എന്നിങ്ങനെയുള്ള 6 കർമ്മങ്ങളെയും വിധാനം ചെയ്യുന്നതാണ് ഈ ബാലാമന്ത്രം. അത് മനസ്സിലാക്കണമെങ്കിൽ ബാലയുടെ വലിയ മന്ത്രമുണ്ട്, അതിന് മാലാമന്ത്രം എന്ന് പറയും. അത് പഠിച്ചെങ്കിലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ബാല തന്നെയാണ് കേരളത്തിൽ ഭദ്രകാളിയായിട്ടും പൂജിക്കപ്പെടുന്നത്. ബംഗാളിലെ ഭദ്രകാളി മഹാനിർമ്മാണ തന്ത്ര പ്രതിപാദ്യമനുസരിച്ചുള്ളതായ ദക്ഷിണാകാളിയാണെങ്കിൽ അതിൽ ബീജാക്ഷരം വ്യത്യാസമുണ്ട്. കേരളത്തിലാട്ടെ ഈ ബാല തന്നെയാണ് ഭദ്രകാളിയായിരിക്കുന്നത്. ഈ ബാലാ പരമേശ്വരിയാവട്ടെ സംഗീത സാഹിത്യ രസികയാണ്, സർവവിദ്യാപ്രദായിനിയുമാണ്. അപ്പോൾ കേരളത്തിൽ പൂജിക്കപ്പെടുന്ന ഭദ്രകാളിമാർ എല്ലാവരും തന്നെ കൊടുങ്ങല്ലൂർ മുതലുള്ള എല്ലാ ശാക്തേയ സങ്കേതങ്ങളിലും ഉള്ളതായ ദേവിമാർ വിദ്യാരസികമാരും സംഗീത സാഹിത്യ രസികമാരുമാണ്. കാളിയെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കടന്നു വരുന്നത് എന്താണ്? ശത്രുസംഹാരോദ്യതയായ അസുരരക്തം കുടിച്ച് പുളയ്ക്കുന്ന ഒരു മൂർത്തിയാണ് ഓർമ്മ വരിക. നല്ല കാളി. ഇവിടെ വിദ്യാപ്രദായിനിയാണ്. അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ മുതലായ ശാക്തേയ സങ്കേതങ്ങളിലൊക്കെ തന്നെ നവരാത്രി മഹോത്സവത്തിന് അതിയായ പ്രാധാന്യമുണ്ടായത്. എവിടെയും നവരാത്രി മഹോത്സവത്തിനാണ് പ്രാധാന്യമുള്ളത്. അതായത് കേരളത്തിൽ തൊട്ട് കാശ്മീർ വരെ എല്ലായിടത്തും നവരാത്രി മഹോത്സവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ബാല എന്ന് പറഞ്ഞാൽ വിദ്യാപ്രദായിനിയാണ്, സംഗീത സാഹിത്യാദി കലാരസികയുമാണ്. അപ്പം ഇത്തരത്തിൽ ആ ബാലയുടെ കഥയെ കൂടാതെ കഥയ്ക്കുള്ളിൽ അന്തർഭവിച്ചിരിക്കുന്നതായ അതിഗഹനമായിരിക്കുന്ന യോഗതന്ത്ര രഹസ്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ അതിലുള്ളതായ വർണ്ണാക്ഷരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വർണ്ണാക്ഷരങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ മാഹേശ്വര സൂത്രങ്ങൾ പഠിച്ചിരിക്കണം. സംസ്കൃത വ്യാകരണത്തിലെ തുടക്കമായിരിക്കുന്ന മാഹേശ്വര സൂത്രങ്ങൾ പഠിച്ചിരിക്കണം. ആ മാഹേശ്വര സൂത്രങ്ങൾ തന്നെ മന്ത്രമായി ജപിക്കുന്ന ആൾക്കാർ കാശി പ്രദേശങ്ങളിലുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ആ മാഹേശ്വര സൂത്രങ്ങൾക്ക് ശിവൻ്റെ ശിഷ്യനായ നന്ദികേശ്വരൻ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. 14 സൂത്രങ്ങൾക്കും പ്രത്യേകം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതുകൂടി പഠിച്ചെങ്കിലേ വർണ്ണാക്ഷരങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ സാധ്യമാവുകയുള്ളൂ, എങ്കിലേ അതെന്താണെന്ന് അറിയുവാൻ സാധ്യമാവുകയുള്ളൂ. അതിനാൽ ബാലകൃഷ്ണൻ, ബാലസുബ്രഹ്മണ്യൻ, ബാലഗണപതി എന്ന് പറയുന്നത് പോലെ ദൈവങ്ങളുടെ ബാലഭാവത്തിനുള്ളതായ പ്രാധാന്യം ഇവിടെയും ലളിതാ പരമേശ്വരിയുടെ ബാലഭാവമായിരിക്കുന്ന
ബാലാപരമേശ്വരിക്കുണ്ടായി. ഈ സിദ്ധാന്തം നമുക്ക് അനുഷ്ഠാന കലകളിലൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ തെറ തെയ്യം എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യം വരിക അതിൻ്റെ ഇളങ്കോലമായിരിക്കും, ബാലഭാവം. അതിന് വെള്ളാട്ടെന്ന് പറയും. കുട്ടിച്ചാത്തനായിരുന്നാലും ഗുളിയനായിരുന്നാലും ഒക്കെ തന്നെ വെള്ളാട്ടം അതിൻ്റെ ഇളങ്കോലം അല്ലെങ്കിൽ പെൺകോലം എന്ന് പറയുന്നത് സ്ത്രൈണഭാവമാണ് അതിനുള്ളത്. രൗദ്രസുന്ദരമായിരിക്കുന്ന ഭാവം പിന്നീടാണ് വരിക. അപ്പോൾ ഈ ബാലാപരമേശ്വരിയുടെ എന്ന ഈ തത്വം നമ്മുടെ എല്ലാ അനുഷ്ഠാനങ്ങളിലും കലകളിലുമൊക്കെ തന്നെ അന്തർഭവിച്ചിട്ടുണ്ട്. ഈ പൂജയാണെങ്കിലും പൂജ ചെയ്യുമ്പോഴും ഒന്നാമത്തെ ഘട്ടം സൗമ്യമായിട്ടും രണ്ടാമത്തെ ഘട്ടം തീവ്രമായിട്ടുമാണുള്ളത്. അത് ശ്രീചക്ര പൂജയായിരുന്നാലും ശാക്തേയ പൂജയായിരുന്നാലും ശരി, ഒന്നാമത്തെ ഘട്ടത്തിൽ സൗമ്യമൂർത്തിയായിരിക്കും ദേവിയെ പൂജിക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിലാണ് സർവാഭരണ പരിതോഷിതയായിരിക്കുന്ന സർവാഭരണ ഭൂഷിതയായിരിക്കുന്ന സർവാഭരണങ്ങളോടുകൂടിയ വിജയത്രിയായിരിക്കുന്ന ദേവിയെ പൂജിക്കുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ്. വീണ്ടും ആ രൗദ്രഭാവത്തെ ശാന്തമാക്കിയിട്ടാണ് കീർത്തനങ്ങളൊക്കെ ചൊല്ലി ശാന്തമാക്കിയിട്ടാണ് അവസാനത്തെ പൂജാ സമർപ്പണം ഉണ്ടാക്കിയിരുന്നത്. ഇത്തരത്തിൽ ബാലാപരമേശ്വരിയുടെ ജപധ്യാന പൂജാദികൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.